ഫുട്ബോൾ ലോകകപ്പ് ചരിത്രം അത്ഭുത മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ്. കളിക്കളത്തിലെ ഇത്തരം അത്ഭുത പ്രകടനങ്ങൾക്ക് ഓരോ സീസണിലും പുതിയ അവകാശികൾ ഉണ്ടായി വരും. അപ്പോഴും ചില പ്രകടനങ്ങൾ കാലത്തെ അതിജീവിച്ചിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് 1962 ചിലി ലോകകപ്പിൽ പിറന്ന ഗോൾ. സോവിയറ്റ് യൂണിയനെതിരെ കൊളംബിയയുടെ മധ്യനിര താരം മാർക്കോസ് കോൾ നേടിയ ആ ഗോളിന് സവിശേഷതകളേറെയാണ്. 6 പതിറ്റാണ്ടിനിടെ പിന്നീട് ഒരിക്കലും ആർക്കും ലോകകപ്പിൽ അതുപോലൊരു ഗോൾ നേടാനായിട്ടില്ല. മാർക്കോസ് കോളിന്റെ അത്ഭുത ഗോളിനെ കുറിച്ച് 1962 ജൂൺ 3 ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം മത്സരത്തിൽ കൊളംബിയയുടെ എതിരാളികൾ ശക്തരായ സോവിയറ്റ് യൂണിയൻ. ആദ്യ മത്സരത്തിൽ ഉറുഗ്വേയോട് 1-നെതിരെ 2 ഗോളുകൾക്ക് തോറ്റാണ് കൊളംബിയ എത്തിയിരുന്നത്. ആദ്യ മത്സരത്തിൽ യൂഗോസ്ലാവിയെ ഏകപക്ഷീയമായ 2 ഗോളിന് തോൽപ്പിച്ച സോവിയറ്റ് ആകട്ടെ മികച്ച ഫോമിൽ. കളിയുടെ തുടക്കം മുതൽ സോവിയറ്റ് ആധിപത്യം വ്യക്തമായി. 8-ാം മിനിറ്റിൽ വലന്റിൻ ഇവാനോവ് വലകുലുക്കി. 10-ാം മിനിറ്റിൽ ഇഗോർ ചിസ്ലെങ്കോയും 11-ാം മിനിറ്റിൽ ഇവാനോവ് വീണ്ടും ഗോൾ നേടിയതോടെ കൊളംബിയ പരുങ്ങലിലായി. 21-ാം മിനിറ്റിൽ ഹെർമൻ അസറോവിലൂടെ ഗോൾ മടക്കിയെങ്കിലും ആദ്യ പകുതി 3-1 അവസാനിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വിക്ടർ പൊനെഡെൽനിക്ക് കൂടി സ്കോർ ചെയ്തതോടെ സോവിയറ്റ് യൂണിയൻ ലീഡ് ഉയർത്തി. കൊളംബിയ പൂർണ്ണമായി തകർന്നടിയുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ 68-ാം മിനിറ്റിൽ അത്ഭുതം സംഭവിച്ചു. കൊളംബിയയ്ക്ക് ഒരു കോർണർ ലഭിച്ചു. കിക്കെടുക്കാൻ എത്തിയത് മാർക്കോസ് കോൾ. സാധാരണ പൊസിഷൻ എടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കറിലേക്കാകും കോർണർ കിക്ക് നൽകുക. പക്ഷേ ഇവിടെ മറ്റൊന്നാണ് സംഭവിച്ചത്. കോർണർ ഫ്ലാഗിൽ നിന്ന് കോൾ കിക്ക് ചെയ്ത പന്ത് പോസ്റ്റിന്റെ വലത് മൂലയിലൊന്ന് കുത്തിപ്പൊങ്ങി സ്വിങ് ചെയ്ത് ഗോൾ വലയിലേക്ക് കയറി. സോവിയറ്റ് പ്രതിരോധ നിരയ്ക്കോ ബ്ലാക്ക് സ്പൈഡർ എന്ന് വിളിപ്പേരുള്ള വിഖ്യാത ഗോൾ കീപ്പർ ലെവ് യാഷിനോ ഒന്നും ചെയ്യാനായില്ല. മറ്റാരുടെയും ടച്ചില്ലാതെ കോർണർ കിക്കിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഗോൾ. ഒളിമ്പിക് ഗോൾ എന്ന അത്ഭുത ഗോളിനാണ് അന്ന് ഗാലറി സാക്ഷ്യം വഹിച്ചത്. ലോകകപ്പിൽ അത് ആദ്യമായിരുന്നു. കോളിന്റെ ഗോൾ നൽകിയ ആത്മവിശ്വാസത്തിൽ ഇരച്ചു കയറിയ കൊളംബിയയ്ക്കായി 72-ാം മിനിറ്റിൽ അന്റോണിയോ റാഡയും 86-ാം മിനിറ്റിൽ മരിനോ ക്ലിംഗറും ഗോൾ മടക്കിയതോടെ മത്സരം 4-4 സമനിലയിലായി. അവസാന മത്സരം തോറ്റ് കൊളംബിയ ലോകകപ്പിൽ നിന്ന് പുറത്തായെങ്കിലും സോവിയറ്റിനെതിരായ ആ പ്രകടനം ചരിത്രമായി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് തിരിച്ചുവരവുള്ള ഒന്നായി ആ മത്സരം മാറി. അതിലുപരി മാർക്കോസ് കോൾ ലോകകപ്പിലെ ഏക ഒളിമ്പിക് ഗോളിന് അവകാശിയുമായി. 2017 81-ാം വയസ്സിൽ കോൾ വിട പറഞ്ഞെങ്കിലും ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ റെക്കോർഡിന് ഇന്നും ഇളക്കം തട്ടിയിട്ടില്ല. സീറോ ആംഗിളിൽ നിന്നെടുക്കുന്ന കിക്ക് നേരെ ഗോൾ വലയിൽ എത്തുന്നതിനെയാണ് ഗോൾ ഒളിമ്പിക്കോ അല്ലെങ്കിൽ ഒളിമ്പിക് ഗോൾ എന്ന് പറയുന്നത്. ഫുട്ബോളിലെ ഏറ്റവും പ്രയാസമേറിയ നേട്ടങ്ങളൊന്നായാണ് ഒളിമ്പിക് ഗോളിനെ കണക്കാക്കുന്നത്. ഗോൾ കീപ്പറുടെയും എതിർ താരങ്ങളുടെയും പൊസിഷൻ, പന്തിന്റെ ദിശ, കാറ്റ്, കിക്കിലെ കൃത്യത, കർവ് എന്നിവ ഒത്തുചേരുമ്പോൾ മാത്രമാണ് ആ അത്ഭുതം സംഭവിക്കുക. 1924 ഒളിമ്പിക് ഗോളിന്റെ പിറവി. ഒളിമ്പിക് ചാമ്പ്യന്മാരായ ഉറുഗ്വേയും അർജന്റീനയും തമ്മിൽ ഒരു സൗഹൃദ മത്സരം ബ്യൂണസ് അയേഴ്സിൽ നടന്നു. കളിയുടെ 15-ാം മിനിറ്റിൽ അർജന്റീന താരം നിസാരിയോ ഒൻസാരി കോർണർ കിക്കിലൂടെ ഒരു ഗോൾ നേടി. ഒളിമ്പിക് ചാമ്പ്യന്മാർക്കെതിരായ ആദ്യ ഗോൾ. ആദ്യ കോർണർ കിക്ക് ഗോൾ എന്ന ചരിത്രം അതിനെ രേഖപ്പെടുത്തി. ഒൻസാരിസ് ഗോൾ അഗെയിൻസ്റ്റ് ദി ഒളിമ്പിയൻസ് എന്ന് വിളിക്കപ്പെട്ട ഗോൾ പിന്നീട് ലോപിച്ച് ഒളിമ്പിക് ഗോൾ എന്നായി മാറി. ക്ലബ്ബ് ഫുട്ബോൾ ഒട്ടനവധി ഒളിമ്പിക് ഗോളുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. സൺ ഹ്യൂമിൻ, ക്രിസ്ത്യൻ പുലിസിച്ച്, ഡീഗോ ഫോർലാൻ, ഏഞ്ചൽ ഡി മെരിയ, റൊണാൾഡീഞ്ഞോ, റോബർട്ടോ കാർലോസ്, ഡേവിഡ് ബെക്കാം, തിയറി ഹെൻറി, റിക്കൽമി, ടോണി ക്രൂസ് എന്നിങ്ങനെ താരങ്ങൾ സീറോ ആംഗിൾ കിക്കുകളിലൂടെ വല കുലുക്കിയവരാണ്. ഈജിപ്ത് താരം മുഹമ്മദ് സലാ, അയർലൻഡ് താരം സ്റ്റീവ് സ്റ്റോൺസ്റ്റൺ എന്നിവ ദേശീയ കുപ്പായത്തിലും ഒളിമ്പിക് ഗോൾ നേടി. അതേസമയം ഒളിമ്പിക്സിൽ ഒളിമ്പിക് ഗോൾ കാണാൻ 2012 വരെ കാത്തിരിക്കേണ്ടി വന്നു. US വനിതാ ടീമിലെ മേഗൻ അന്ന റാപ്പിനോയ്ക്കായിരുന്നു ചരിത്ര നേട്ടം. 2022 ടോക്കിയോയിലും റാപ്പിനോ അത്ഭുത ഗോൾ ആവർത്തിച്ചു. ഫുട്ബോൾ ലോകകപ്പിൽ ഇതുവരെ 2600-ലധികം ഗോളുകൾ പിറന്നു. ഫ്രീ കിക്കുകൾ, ബൈസിക്കിൾ കിക്കുകൾ, ലോങ് റേഞ്ചറുകൾ തുടങ്ങി ബുള്ളറ്റ് ഷോട്ടുകൾ കൊണ്ട് വിസ്മയങ്ങൾ തീർത്തവർ വരെയുണ്ട്. എന്നാൽ കോർണർ കിക്ക് നേരിട്ട് ഗോൾ വലയിൽ എത്തിച്ച അത്ഭുത നിമിഷം പിന്നീട് ഒരിക്കലും പിറവിയെടുത്തിട്ടില്ല. ലോകകപ്പിലെ ഒളിമ്പിക് ഗോളിന് അന്നും ഇന്നും ഒരു അവകാശം മാത്രം, മാർക്കോസ് കോൾ. ആ വാഴ്ചയ്ക്ക് ഇക്കുറിയെങ്കിലും അവസാനമുണ്ടാകും.